എൽസീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ഇച്ചിരി ലെമൺ റൈസ് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നു. അതിന് വേണ്ട റൈസാണ് ഈ ചെയ്ത് വച്ചിരിക്കുന്നത്. പിന്നെ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്: ഉഴുന്ന് പരിപ്പ്, ഇച്ചിരി കടല, കപ്പലണ്ടി, പൊട്ടുകടല, പച്ചമുളക്, ഇഞ്ചി ഒരു ശകലം, കറിവേപ്പില, മഞ്ഞൾപ്പൊടി, നാരങ്ങാനീര്, ഉണക്കമുളക്, പിന്നെ കുറച്ച് കിസ്മിസും ഉണ്ട്, അത് വിടാം. പിന്നെ ഉപ്പ് ആവശ്യത്തിന്. അപ്പം നമുക്ക് ഇത് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എളുപ്പം എടുത്തോണല്ലേ മൂത്ത് പോകും. ഞാൻ എണ്ണ ഒഴിക്കട്ടെ. ഏത് ഇഷ്ടമുള്ള എണ്ണ എടുക്കാം എല്ലാവർക്കും. ഞാൻ വെളിച്ചെണ്ണയാണ് എടുക്കുന്നത്. എണ്ണ ചൂടായി കടുക്. അപ്പോൾ ഓരോന്നോരോന്നങ്ങ് ഇടുക. ഉഴുന്ന് പരിപ്പ്, അടുത്തത് പൊട്ടുകടല, ശകല ഇഞ്ചി, പച്ചമുളക്, കിസ്മിസ്. ഇത് കുറച്ച് വെച്ചിട്ട് വേണം ഇതൊക്കെ ഇടാൻ. പിന്നെ എളുപ്പം കഴിയുള്ളൂ. കടല, നിലക്കടല, ഉണക്കമുളക്, കറിവേപ്പില. പിന്നെ ചോറാകുമ്പോൾ പണ്ട് നമ്മൾ ട്രെയിനിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ ചോറൊക്കെ ഉണ്ടാക്കിക്കൊണ്ടായിരുന്നു പോകുന്നത്. ചീത്തയാകത്തില്ല. നാരങ്ങ ചോറ്. ഇതൊന്ന് മൂത്ത് കഴിയുമ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടണം. ഇനിയും ഇതൊന്ന് ഓഫ് ചെയ്തിട്ടേ ഞാൻ മഞ്ഞൾപ്പൊടി നാരങ്ങാനീരും ഇടുന്നുള്ളൂ. മഞ്ഞൾപ്പൊടി കളർ വേണ്ട, ആവശ്യത്തിനനുസരിച്ച് ഇടുക. ഓഫ് ചെയ്തിട്ടാണ് മഞ്ഞൾപ്പൊടി ഇടുന്നത്. മഞ്ഞൾപ്പൊടി, പിന്നെ നാരങ്ങാനീര് ചൂടോടെ ഒഴിച്ചാലേ കഴിക്കും. അതിനാണ് മാറിയിട്ട് ഒഴിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ കായപ്പൊടി ഇട്ടുണ്ട്. നാരങ്ങാനീര് ഒഴിക്കുവാണ്. നാരങ്ങാനീര്, ഇച്ചിരി കായപ്പൊടി. നമുക്ക് ഈ ചോറ് അങ്ങോട്ട് ഇടാം. ചോറ് ഒരുപാട് വെന്ത് പോകരുത്, പകുതി വേവിലെടുക്കണം, അല്ലെങ്കിൽ കുഴഞ്ഞു പോയാൽ പോകണം. ചോറിട്ട് കഴിഞ്ഞ് ഞാൻ തീ ഒന്ന് ഓണാക്കി സിമ്മേ വെച്ചാൽ മതി. എനിക്ക് ഇത് വേണ്ട. ആവശ്യത്തിന് ഉപ്പ് ഇട്ടു. വേണമെങ്കിൽ ഇച്ചിരി പിന്നെ എരിവ് വേണ്ട, ഒരുപാട് വേണ്ടവർക്ക് വേണമെങ്കിൽ ശകലം മുളക് പൊടി അതിൻ്റെ കൂടെ ചേർക്കാം. ഞങ്ങൾക്ക് ഒരുപാട് എരിവ് വേണ്ടാത്തതുകൊണ്ട് ഞാൻ ഉണക്കമുളകും പച്ചമുളകും ഒക്കെ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെ വേണ്ടവർക്ക് ഇച്ചിരി കിസ്മിസും അണ്ടിപ്പരിപ്പും ഒക്കെ ഇടാം. പിന്നെ നാരങ്ങാനീര് ചേർക്കുന്നുണ്ട്. നമുക്ക് ദൂരെ യാത്രയ്ക്കൊക്കെ പോകുമ്പോഴേ ഈ ചോറ് ഉണ്ടാക്കിക്കൊണ്ട് പോകാമെങ്കിൽ നമുക്ക് വെളിയിൽ നിന്നൊന്നും കഴിക്കാതെ കേടാകത്തുമില്ല. ഇത് ഉണ്ടാക്കിക്കൊണ്ട് പോകാം. നമ്മളിപ്പം നമ്മുടെ ചോറ് റെഡിയായി.
നമ്മുടെ ചോറ് റെഡിയായിട്ടുണ്ട്. വേണ്ട എല്ലാം റെഡിയായി. നമുക്കിനി കഴിക്കാം. നിങ്ങൾ ഇതുപോലെ ഫീഡ്ബാക്ക് അറിയിക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യണേന്ന്